ഇമ്മാതിരി അപമാനിക്കാനാണെങ്കിൽ എന്നെ അതിന് കിട്ടൂല. എനിക്ക് പറയാനുള്ള നീ കേട്ടിട്ടേ നീ ഇവിടുന്ന് പോവും. അവിടെ നിന്ന് ഇവിടെ നിന്നും പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് റോഹൻ. റോഹനോട് എനിക്കൊരു കാര്യം റോഹനോട് ഞാനൊരു കാര്യം പറയാം. റോഹനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം. ഇപ്പൊ നീയും സീരിയലിന് വില്ലുന്ന ആക്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാടാ ഞാൻ നിനക്ക് നീ പ്രൊവോക്ഡ് ആവുന്ന, നീ അസ്വസ്ഥനാവുന്ന, നീ എന്തിനാ അസ്വസ്ഥനാവുന്നത്? നീ എന്നെ ഇന്റർവ്യൂ വിളിച്ചിട്ട് നീ എന്തിനാ അസ്വസ്ഥനാവുന്ന? അസ്വസ്ഥനാവല്ലേ റോഹൻ? സമാധാനമായി ചോദിക്കും. ഒരു ജസ്റ്റിസും ഇല്ലാതെ കട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഈ ഷോ പോയതാണ് എനിക്ക് പ്രശ്നമായത്. ആ ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ ഗബ്രി അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അടുത്ത ഞാൻ കാണുന്ന സീൻസ് ആടിപ്പാടി പാട്ടും പാടി നടക്കുന്ന ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെയാണ്. ഒലാൻസെപ്പൈൻ എന്ന് പറഞ്ഞ മെഡിസിനാണ്. ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഐ വിൽ ടെൽ യു, ഒലാൻസെപ്പൈൻ അത് സ്കീസോഫ്രീനിക്ക് കൊടുക്കുന്ന മെഡിസിനാണ്. ശരിക്കും ഈ മെഡിസിൻ തരുന്നത് അത്രയും വിഷയമുള്ള ഒരു വിഷയം കൂടിയല്ലേ? തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടേണ്ട സാഹചര്യം വന്ന് നേരിടും. ഏതെങ്കിലും ഒരു ക്യാമറയിൽ ജാസ്മിൻ സിബിന്റെ മാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കാണിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ പോയേക്കാം. ഇത് ചോദ്യം ചെയ്തിരുന്നു? അതാണല്ലോ പറഞ്ഞത്, ചോദ്യം ചെയ്തു. ഷോയിൽ വെച്ചിട്ട് ചെയ്തു. ഓഫ് കോഴ്സ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയാനുള്ള സാഹചര്യം ഉണ്ട്. എന്റെ ഇൻബോക്സിൽ വന്ന് എന്നെ ചീത്ത പറയുന്നത് ജാസ്മിന്റെ PR ടീമാണ്. ജാസ്മിൻ പോരാളികളാണ്. അപ്പൊ അവർക്ക് ഞാൻ മറുപടി കൊടുക്കുമ്പോ പിന്നെ ഞാൻ വേറെ ആളുടെ പേര് പറയാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് അവരെ എതിർത്ത് നിൽക്കാൻ പറ്റും. ജയിക്കുന്നത് ആരും ആവാം, പക്ഷെ എനിക്ക് എതിർക്കാൻ പറ്റാത്തതായ ഒരു കണ്ടസ്റ്റന്റും അവിടെ ഇല്ല. സിബിൻ ഇതിനപ്പുറം മാനസിക വിഭ്രാന്തി ഉള്ളവനാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഞങ്ങൾ പുറത്തുവിടും. അവനെ മാനസികമായിട്ട് ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഞങ്ങൾ പലതും പുറത്ത് വിട്ടിട്ടില്ല, ഞങ്ങളത് ചെയ്യും. അതുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറയും. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കി കൊള്ളിക്കുന്ന മറുപടികൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സിറ്റിൽ ഇന്ന് സിബിൻ. നമസ്കാരം. ഈ പൊതുവെ നമ്മുടെ മലയാളത്തിൽ ചൊല്ലുള്ള പോലെ ഈ അങ്ങാടി തോറ്റേനെ അമ്മയോടെന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആളെ രോഷം മുഴുവൻ പുറത്തു വരുമ്പോഴാണോ തീർക്കുന്നത്? അതോ അവിടെ വെച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണോ? ആരോടാണ് കൃത്യമായിട്ട് പറയുമോ? ആരാണോ ബിഗ് ബോസ് ഷോ സംഘടിപ്പിച്ച് ആ സംഘാടകരോട്? അവരോടുള്ള രോക്ഷം ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു. അത് അവരൊരിക്കലും ടെലികാസ്റ്റ് ചെയ്യില്ലല്ലോ. പറഞ്ഞിരുന്നു? ഉറപ്പായിട്ടും ഉണ്ട്. എന്റെ ഡിസഗ്രിമെന്റ് ലാൽ സാറിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി. അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞു അതിന് കൃത്യമായി മറുപടി കിട്ടാത്തതിന്റെ പേരിലാണ് എനിക്ക് അടുത്ത ദിവസം ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നതും എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും. അവിടെയും കൃത്യമായി എനിക്ക് മറുപടി കിട്ടാത്തതിന്റെ പേരിലാണ് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ച്. പിന്നെ ഞാൻ മൈക്കൂരി വെക്കില്ലേ, നമുക്ക് നിസ്സഹകരണം പറയാല്ലാതെ വേറെ എന്താ? നമുക്ക് കൃത്യമായ ഒരു ഉത്തരം തരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ നിസ്സഹരിക്കും. അതല്ലേ സമരമുറകൾ അല്ലേ? അതെ. ഈ സമരമുറകൾ എന്ന് പറയുമ്പോഴും പലപ്പോഴും ഇപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞ് പുറത്തോട്ട് വരുന്നു. ഈ പുറത്തോട്ട് വരുമ്പോ എന്നുള്ള ഒരു പിക്ചർ എന്താണെന്നുള്ളത്, ഇപ്പൊ പോകുമ്പോ പോലെ അല്ല തിരിച്ചു വരുമ്പോ എന്നുള്ളത് അല്ലെ, വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എവിടേക്കോ പല പരാമർശങ്ങളിലും വിവാദങ്ങളിലും വിഷയങ്ങളിലും എന്റെ പേര് കൂടെ വലിച്ചഴക്കുന്നുണ്ട്, എന്റെ പേര് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അതുമൂലം നടക്കുന്ന വിഷയങ്ങൾ കൂടിയാണ്. എന്നാൽ പിന്നെ ഞാൻ പ്രതികരിച്ചേക്കാം എന്നൊരു ചിന്തയിൽ നിന്നുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? തീർച്ചയായും ഇല്ല. ബിക്കോസ് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനല് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ എന്നൊരു ചാനലാണ്. അപ്പം ഞാൻ ആ ചാനലിനോട് കടപ്പെട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. ആ നന്ദിയുടെ പുറത്താണ് ഞാൻ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് വെക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവരും അറിയാം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ അല്ല ഈ ഷോ ചെയ്യുന്നത്. ഇത് എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ഷോ ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ആ ഷോ അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കുകയാണ് ഏഷ്യാനെറ്റ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ഡെഫിനറ്റ്ലി അഭിപ്രായങ്ങളുണ്ടാവും, പക്ഷെ ഇതിന്റെ മുഴുവൻ ഡിസൈനും കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ എൻഡമോൾ ഷൈനാണ്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ സംസാരിച്ചേക്കാം. അങ്ങനെ ഒരു ഷോ വാങ്ങി ടെലികാസ്റ്റ് ചെയ്തതും ഈ ഷോ ഏത് ചാനലിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? എന്റെ മോളുടെ പേരിലാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല, ആ ചാനലിന്റെ പേരിലാണ്. എന്തെങ്കിലും വിവാദങ്ങളും വിമർശനങ്ങളും നേരത്തെ പറഞ്ഞു എനിക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത്, അത്തരത്തിൽ പറയില്ല എന്നുള്ളത്. പക്ഷെ ഇത് കാണിക്കുന്നതും ഷോ അറിയുന്നതും ഈ പറഞ്ഞ ചാനലിന്റെ പേരിലാണ്. അപ്പൊ അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ബാധിക്കുന്നത് ചാനലിനെ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചാനലുകൾക്കൊക്കെ ശരികളും തെറ്റുകളും ഇല്ല. ഒരു ന്യൂസ് ചാനൽ ആണെങ്കിൽ പോലും പല ചർച്ചകളും ബയാസ്ഡ് ആയിട്ടായിരിക്കും നടത്തുന്നത്. കാര്യം അവർക്ക് അവരുടേതായ ഒരു അജണ്ടകൾ ഉണ്ടാവും, അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ അത് ചാനലിൻ്റെതാവാം, ഒരുപക്ഷെ ആ ചാനൽ ചർച്ച നടത്തുന്ന ആളുടെ ആവാം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഏത് ചാനലാണെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം TRPകൾ വരിക, പോയിന്റുകൾ ഉണ്ടാവുക, ബിസിനസ്സുകൾ നടക്കുക, അതാണ് മെയിനായിട്ട് നടത്തുന്നത്. പിന്നെ സാമൂഹിക പ്രതിബദ്ധത, ജനങ്ങളുടെ തീരുമാനം,
എന്നൊക്കെ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നല്ലാതെ അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാധാരണ കണ്ടസ്റ്റന്റിനെ പോലെയല്ല സിബിൻ. കാരണം സിബിൻ കളി കണ്ടുപോയ ആളാ അല്ലെ. കളി കണ്ടുപോയ ആൾക്ക് അവിടെ കുറച്ചുകൂടെ ആവേശം കൂടും, കളി അറിയാൻ പറ്റും. ഇവിടെ എത്തുമ്പോ വന്നപ്പോ ഉള്ള ഈ സാധാരണ രീതിയിൽ നമ്മൾ പറയും പുലി പോലെ വന്ന് എലി പോലെ പോയി എന്നൊക്കെ പ്രയോഗം പറയാറുണ്ട്. അതേപോലെ അവിടെ എത്തിയപ്പോ ഉണ്ടായിരുന്ന ഒരു ആവേശവും അല്ലെങ്കിൽ എന്തൊക്കെയോ പ്ലാനിങ് കാൽക്കുലേഷൻസ് ഒക്കെ മാറുന്നു, തെറ്റുന്നു. എവിടേക്കോ അവനവന്റെ ഭീരുത്വം മറക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഈ ഒരു ആക്രോശമൊക്കെ കാണിച്ചിരുന്നത്. അല്ല, ഞാൻ ആക്രോശം കാണിച്ചത് ഭീരുത്വം. എനിക്ക് അവിടെ ആരും ബേസിക്കലി ഒരു അഹങ്കാരി എന്നുള്ളൊരു ടാഗ് എനിക്ക് തരരുത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാം, എൻ്റെ ഒരു സെൽഫ് എസ്റ്റീമായിട്ട് നിങ്ങൾ കാണണം. ഞാൻ എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവിടെയുള്ള ഒരു 18 കണ്ടസ്റ്റൻസിന്റെ കൂടെ നിന്ന് എനിക്ക് എതിര് നിന്ന് അടിക്കാൻ പറ്റും എല്ലാവരെയും. ഉറപ്പായിട്ടും 100%. അങ്ങനെ നമുക്ക് ഞാൻ അടിച്ച് തോപ്പിക്കാൻ പറ്റും എന്നല്ല പറയുന്നത്, അടിക്കാൻ പറ്റും. അതാണ് വ്യത്യാസം മനസ്സിലാക്കി. എനിക്ക് അവരെ എതിർത്ത് നിൽക്കാൻ പറ്റും. ജയിക്കുന്നത് ആരും ആവാം, പക്ഷെ എനിക്ക് എതിർക്കാൻ പറ്റാത്തതായ ഒരു കണ്ടസ്റ്റന്റും അവിടെ ഇല്ല. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പുറത്ത് നിന്ന് കളി കണ്ട് പഠിച്ചു പോയി എന്ന് പറയുന്നില്ലേ, തെറ്റായ ധാരണയാണ്. ഞാൻ എപ്പിസോഡുകൾ കണ്ടിരുന്നു, ആരൊക്കെ എന്തൊക്കെയാണ് അവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടി മാത്രം, അല്ലാതെ ഒരു പ്രീ ജഡ്ജ്മെന്റോട് കൂടി പോയതല്ല. അവിടെ ആരൊക്കെ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതിനല്ലേ കളി കണ്ടുപിടിച്ചു ഗെയിം പ്ലാൻ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പം എനിക്ക് അവിടെ പറയാൻ പലതും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന 2 പേര് തമ്മിൽ ഒരു കണക്ഷൻ, ഇപ്പം അർജുനും ശ്രീതുവും തമ്മിലുള്ള ഒരു കണക്ഷൻ നടക്കുന്നു, ഞാൻ അവിടെ പോയിട്ട് അറിയുന്നത്. അല്ലാതെ ഞാൻ പുറത്തുനിന്നത് കണ്ടിട്ട് പോയെന്നല്ല. ഇവര് സ്കീ ഐസ്ക്രീം കോർണറിൽ ഇരുന്ന് രാത്രി കാലങ്ങളിൽ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഞാൻ അറിയുന്നില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഈ നോറയും ജാസ്മിനും പുറത്തു നിന്ന് പരിചയക്കാരാണെന്നുള്ള കാര്യം അതിനകത്ത് പോയതിനു ശേഷം പൂജ എനിക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. അല്ല, ഇതൊന്നും എനിക്ക് അറിയില്ല, ബിക്കോസ് അത് ഷോയിൽ തന്നെ വന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ ഇതിൽ സിബിൻ തന്നെ പറയുന്ന കാര്യമുണ്ട്, അവിടെയുള്ള ഈ 18 കണ്ടസ്റ്റൻസിനും എനിക്ക് അടിച്ചിടാൻ പറ്റുന്നുള്ളത്. ഇത് അടിച്ചു നിൽക്കാൻ പറ്റുന്നതിന്റെ ഒപ്പം തന്നെ എവിടേക്കോ ഈ ഒരു കോൺഫിഡൻസ് തിരിച്ച് അടി കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടോ? എന്നെ തോൽപ്പിച്ചത് ആരാണ്? ഞാൻ തോൽവി സമ്മതിക്കുന്നു. എന്നെ തോൽപ്പിച്ചത് ആരാണ്? ബിഗ് ബോസ് ആണ്. അതെ, അതായത് ന്യൂട്രലൈസ് ചെയ്യാണ് അവിടെയുള്ള ഏതൊക്കെയോ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അവിടെയുള്ള കണ്ടസ്റ്റന്റുകൾക്ക് വേണ്ടിയിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ടാണോ അതോ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണോ? അത് നമുക്ക് കണ്ടറിയാം. നമ്മൾ കാത്തിരുന്ന് മനസ്സിലാക്കേണ്ടത് ആർക്ക് വേണ്ടി. ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് എന്ത് ക്ലാരിറ്റി ഇല്ല പറയുന്ന കാര്യത്തിൽ കൃത്യമായ തെളിവുകളില്ലാതെ നമുക്കിപ്പം നമുക്ക് പെർസെ പറയാം ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ നമ്മൾ എന്ത് ആധാരത്തിൽ പറയും? ഇങ്ങനെ ഇത്രയുള്ള ഒപ്പമുള്ള സഹ മത്സരാർത്ഥികളെ അടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരാള്, അതേ ആത്മവിശ്വാസത്തിലായിരിക്കാം ഒരുപക്ഷെ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞത്, നീ ഇവിടെ മൂലയ്ക്ക് ഇരുന്ന് കരയുന്നത് ഞാൻ കാണും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഇത്രയും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾ എവിടേക്കോ അവനവൻ ചെയ്തത് തിരിച്ചു കിട്ടും, അവൻ ചെയ്തതിനൊക്കെയും തലയ്ക്ക് മീതെ വരുന്നു പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആൾ തന്നെയാണ് അവസാനം മൂലയ്ക്കിരുന്ന് കരഞ്ഞത്. എവിടെയാണ് ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതും മനോധൈര്യം നഷ്ടപ്പെട്ടതൊക്കെ? എനിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് അല്ല. ഞാൻ അതായത് ഈ ഷോവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം, കുറച്ച് കൂടുതൽ അറിയാമെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ബിക്കോസ് ഞാൻ ഈ ഷോ ഒബ്സർവ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഇതിന്റെ ക്രിയേറ്റീവ് സൈഡിനെ കുറിച്ചും കൂടുതലായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റോഹൻ, എനിക്ക് എന്താ പറയാ, ഞാൻ ഒരു നടിയുടെ പേര് പറയാം, എനിക്ക് അസിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുപോയി റോഹൻ എന്ന് കഴിഞ്ഞിട്ട് അസിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റോഹൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെ റോഹന്റെ റിയാക്ഷൻ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് മാറി. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷോയാണെന്ന് അത് ഏത് രീതിയിലൊക്കെ ഞാൻ മര്യാദ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു ജസ്റ്റിസും ഇല്ലാതെ കട്ട് ചെയ്ത് വിടുക അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഈ ഷോ പോയതാണ് എനിക്ക് പ്രശ്നമായത്, എനിക്ക് ബുദ്ധിമുട്ടായത്. എങ്കിൽ അങ്ങനെ ജാസ്മിനോട് പറഞ്ഞ ആ വാക്കുകൾ ജാസ്മിനോട് ഒരു സെക്കൻഡ് നമ്മൾ ആൻസറിലേക്ക് വരാം. ഇപ്പൊ ജാസ്മിൻ മൂലക്കിരുന്ന് കരയും, നീ മൂലക്കിരുന്ന് കരയുന്നത് ഞാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞായിട്ട് കൃത്യമായി ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതവിടെ നടന്നിട്ടുണ്ട്. ജാസ്മിൻ ഇരുന്ന് കരയാൻ കാരണം ഞാനല്ല, ഓഫ് കോഴ്സ് ഞാനല്ല. ജാസ്മിൻ ഇപ്പോഴും കരയുന്നുണ്ട് അവിടെ, ഞാനല്ല കാരണക്കാരൻ. ജാസ്മിൻ കരയുന്നതിന് കാരണക്കാര് ജാസ്മിൻ തന്നെ ചെയ്ത പല കാര്യങ്ങളുടെ റിസൾട്ടാണ്. ഞാൻ കരഞ്ഞത് എന്തിനാണ്? ഞാൻ ചെയ്ത തെറ്റിനാണോ? മിഡിൽ ഫിംഗർ കാണിച്ചതിനാണോ ഞാൻ കരഞ്ഞത്? ഞാൻ നിങ്ങളല്ലേ ഷോ കണ്ട, നിങ്ങൾ പറഞ്ഞു ഇത്രത്തോളം കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ആത്മവിശ്വാസം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരാൾ അത്രയ്ക്കും ഇമോഷണലി വീക്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട ആവശ്യകത. ഞാൻ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ എന്നെ ഈ ലോകത്ത് ഒരാൾക്ക് തകർക്കാൻ പറ്റുമെങ്കിൽ ഇമോഷണലി മാത്രമേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അത് എങ്ങനെയാണ്? അതിപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഷോയില് പച്ചക്കള്ളമല്ലേ പറഞ്ഞേ, അല്ലേ? ആണോ ബ്രോ? നിങ്ങൾ എന്താ ഷോ കാണാത്ത പോലെ പറയുന്നത്? ജാസ്മിൻ സിബിന്റെ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി. ഏതെങ്കിലും ഒരു ക്യാമറയിൽ ജാസ്മിൻ സിബിന്റെ മാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കാണിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ പോയേക്കാം.
ഇത് ചോദ്യം ചെയ്തിരുന്നു? അതാണല്ലോ പറഞ്ഞത്, ചോദ്യം ചെയ്തു എന്ന്. ചെയ്തു, അവിടെ ഷോയിൽ വെച്ചിട്ട് ചെയ്തു. ഓഫ് കോഴ്സ് ചോദ്യം ചെയ്തു. ഉണ്ട്. അപ്പൊ ഇത്രത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നടക്കുന്ന ഒരു ഷോ കൂടിയാണ് ബിഗ് ബോസ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ട് സിബിന്, ഇല്ലേ? ഉണ്ട്. ഉണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറ്റിമറിയേക്കാം. ഒരു മര്യാദ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് മര്യാദ സിബിൻ ഷോ? അല്ല, ഞാൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. എന്തും കാണിച്ച് ഇപ്പം അഖിൽ മാരാർ പണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് പറയാം. ഇതിനേക്കാളും നല്ലത് ലുലു മോളിൽ പോയി തുണി പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ 10 ആൾ കൂടുന്നു പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളി തുണി പൊക്കാൻ നിന്നില്ല, നേരെ മറിച്ച് ബിഗ് ബോസിൽ പോയി. അപ്പൊ അതായത് ഫേമസ് ആവാൻ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ നെറിയുടെ ഒരു വഴിയുണ്ട്, നേരിന്റെ ഒരു വഴിയുണ്ട്. അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, എക്സ്പെക്ട് ചെയ്തു. എന്തൊക്കെ ഇവർ ചെയ്യും എന്ന് ഒരു പരിധി ഉണ്ടാവും, ഇതിനൊക്കെ ഒരു പരിധി വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അഖിൽ മാരാർ ചെയ്തെങ്കിൽ സിബിൻ വിഷയം എടുത്തിട്ടതും ഇത്തരത്തിലൊരു അറ്റൻഷന്റെ ഭാഗമാണ്. അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ. അഖിൽ മാരാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അദ്ദേഹം വിളിച്ചു, ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായോ നിനക്ക്, എന്താ ഇങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചേട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ടില്ല, ഇത് നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റിയും തിരിച്ചും പറഞ്ഞതിന് ശേഷമാണ് പുള്ളി റിയാക്ട് ചെയ്യുന്നത്. അതിലൊരു ആത്മാർത്ഥത ഞാൻ കണ്ടു. അത് ഒരിക്കലും പുള്ളി ഫേമസ് ആവാനോ ലൈം ലൈറ്റിൽ വരാനോ ആയിട്ട് ഉപയോഗിച്ചതാണെന്ന് എനിക്ക് ഇപ്പോഴും അഭിപ്രായമില്ല. പുള്ളി ഉന്നയിച്ച കാര്യങ്ങൾ എന്റെ സിബിനെ വിളിക്കുകയാണോ ചെയ്തത്? അതെ, അദ്ദേഹം എന്നെ വിളിക്കാൻ, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വഴി എന്നോട് വിളിക്കാൻ, എന്റെ നമ്പർ എന്നിട്ട് എന്നോട് വിളിക്കാൻ പറയുകയായിരുന്നു. എന്നിട്ട് സംസാരിച്ചു. ഇപ്പോ അവിടെ വന്ന് ഇപ്പൊ നമ്മൾ പറയും അകത്ത് ബിഗ് ബോസ് നടക്കുമ്പോൾ പുറത്തും ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയായിരുന്നു, അല്ലെ? അക്ഷരാർത്ഥത്തില് മുൻ സീസണിലെ ഒരു മത്സരാർത്ഥി ഈ സീസണെ കുറിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ബിഗ് ബോസ് ചരിത്രത്തെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അവിടെയുള്ള പല വാദങ്ങളും പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നു. ഇതിന് എടുത്ത ആയുധം അല്ലെങ്കിൽ എടുത്ത പേര് എന്ന് പറയുന്നത് സിബിനാണ്, അല്ലെ? തുടങ്ങിയത് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സിബിന് വരുമ്പോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇതിനെ തിരുത്താനോ മാറ്റി പറയാനോ അതിന്റെ ശരിയായ വശം പറയാനോ സിബിന് ഉണ്ട്, അവകാശമുണ്ട്, അല്ലെ? സിബിന് അതിൻ്റെതായിട്ടുള്ള ന്യായവാദങ്ങളുണ്ട്. കാരണം അയൽമാരാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുത്തും കൂടി ആൾ കൂടാ, മറുപടി കൊടുത്ത് ആളുകൂടിയാണ് സിബിൻ. അതെ. എന്തുകൊണ്ട് സിബിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടൊരു തുറന്നു പറച്ചിലുണ്ടായില്ല? ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്റെ ചാനലിനോട്. ഞാനിപ്പോഴും എന്റെ ചാനലിൽ തന്നെ പറയും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണെങ്കിലും ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു ഷോയുടെ അപ്പുറത്തേക്ക് അവിടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അതിൽ കുറെ എന്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പം ആ ജോലിനെ തന്നെ ചിലപ്പോൾ ഇത് എഫക്ട് ചെയ്തേക്കാം. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എഫക്ട് ചെയ്തേക്കാം, ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BCIയുടെ ഒരു നിയമപ്രകാരം ദേ ആർ ഓൾറെഡി ഫേസിങ് എ കേസ്. ഈ റോക്കിയുടെ ഈ ഫിസിക്കൽ അസോൾട്ട് വിഷയം ടെലികാസ്റ്റ് ചെയ്തതിനും അതിൽ പ്രോപ്പർ ഇന്റർഫിയറൻസ് നടത്താത്തതിന്റെ പേരിൽ ഒരു കേസ് ഓൺഗോയിങ് ആണെന്നാണ് എന്റെ അറിവ്. ആ സാഹചര്യത്തിൽ ഞാനും കൂടെ അതിന്റെ മേളിൽ ഒരു കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ നിന്ന് പോവുകയാണെങ്കിൽ ആ ഷോനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ ഭക്ഷണം, അന്നം, അത് നിന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. പക്ഷെ ഒരേ സമയം സിബി 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, എനിക്ക് അവരെ മോശമായി ചിത്രീകരിക്കേണ്ട എന്ന് പറഞ്ഞ ആള് തന്നെ അവിടെ വെച്ച് തന്നെ പല കാര്യം തുറന്നു പറഞ്ഞു എന്ന് പറയുന്നു. പുറത്ത് വെച്ചിട്ടും ഇവിടെ സംസാരിക്കുന്നു പറഞ്ഞു. ഈ യാത്രയുടെ സിനിമയ്ക്ക് ശ്രീനിവാസൻ പറഞ്ഞ പോലെയാ, ദൈവമേ എന്റെ അച്ഛന് നല്ല മാത്രം വരുത്തണേ, അങ്ങേരെ ഞാൻ കോടതിക്ക് പറ്റും. ഈ പറയുന്ന നിലപാടാണ് കൃത്യമായിട്ട്. അത് റോഹന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. റോഹൻ അത് കാണുന്നവന്റെ കണ്ണിലാണ് മഞ്ഞയും പച്ചയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ റോഹൻ അത് അങ്ങനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. സിബിൻ ഇവിടെ ഇരുന്നിട്ട് പറയുന്ന സംസാരത്തിലും അവിടെ വിഷയങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാൻ തുറന്നു പറയും എന്നാ പറയുന്നത്. ഇപ്പൊ പറയില്ല, പറയും. ഇപ്പോഴും പറയാൻ തയ്യാറല്ല. ഷോ കഴിയുമ്പോ പറയും. ആ ഷോ കഴിയുന്ന സമയത്ത് വരെ സംസാരിക്കരുത് എന്നുള്ള നിയന്ത്രണം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഷോയിൽ വർക്ക് ചെയ്യുന്നവർ എന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരുണ്ട്. 100-300 പേരുടെ ജോലിയാണ് സഹോദര അത് ഒറ്റയടി. ഇപ്പൊ എനിക്ക് അപ്പൊ ജനങ്ങൾക്ക് അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കാം. ജനങ്ങളോടുള്ള കമ്മിറ്റ് ജനങ്ങൾ കാണണ്ടെന്ന് നോക്കി ഷോ. ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്, അല്ലെ? അത് ഞാൻ പറയുന്നത് കൃത്യമായ തെളിവുകളുണ്ട് കാര്യം പറയുന്നു. ഇപ്പൊ അവിടെ ആണെങ്കിലും ഇപ്പൊ പുറത്തു പോകുന്ന സമയത്ത് നിന്നുള്ള രീതിയിലേക്ക് കണ്ട ആ ഒരു ധൈര്യവും അല്ലെങ്കിൽ മനോധൈര്യത്തിലല്ല പിന്നീട് കണ്ടത്. എവിടേക്ക് കുറിച്ചൊരു വീരത്വവും ഇമോഷണലി മാറിയ ഒരാളാണ്. പുറത്ത് വരുമ്പോഴും ഇത്രയും സാഹചര്യം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് ഇതുവരെ ഈ പറഞ്ഞ തെളിവുകൾ വെളിപ്പെടുത്താൻ? ഞാൻ റോഹനോട് അത് പറഞ്ഞു. റോഹൻ തൊട്ട് മുന്നേ പറഞ്ഞ ഉത്തരം അത് തന്നെയാണ്. വീണ്ടും ആ ഉത്തരം റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ ജോലിയല്ലേ അത്. അല്ല, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ സിബിൻ പറഞ്ഞു, ഞാനത് പറയും, ഇപ്പൊ സമയമായിട്ടില്ല. ഇപ്പൊ ഷോ കഴിയട്ടെ, ഷോ 100 days കംപ്ലീറ്റ് ആയിട്ട് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പോണ കാര്യമല്ല. ആ ഷോ തീർന്നു കഴിഞ്ഞാൽ ആ ഷോയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ കോൺട്രാക്ട് സ്റ്റാഫാണ് അവിടെ സ്ഥിരമായിട്ട്. ഷോ കഴിഞ്ഞു, അവരെല്ലാരും പിരിഞ്ഞുപോയി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് എൻഡമോൾ ഷൈനെതിരായിരിക്കും. എൻഡമോൾ ഷൈനിലെ പ്രൊഡക്ഷൻ ടീമിന്റെ, എൻഡമോൾ ഷൈനിലെ അവരുടെ അണ്ടറിലുള്ള ഡോക്ടറാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹമാണ് മെസ്സേജ് കൊടുത്തത്. അതിന്റെ മുകളിലേക്ക് മറ്റൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനോ
അല്ലെങ്കിൽ മറ്റൊരു കാര്യമോ ചെയ്യാനായിട്ട് ഏഷ്യാനെറ്റിന് പറ്റില്ല. ഓക്കെ. സിമ്പിൾ. ഇപ്പൊ അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ ചിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ വൈൽഡ് കാർഡ് എൻട്രിയിൽ ഒരുമിച്ച് 6 പേരോളം കയറുന്നത് അല്ലെ? എനിക്കതറിയില്ല. അല്ലെ? ആയിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഗെയിം പഠിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ഒരു പിക്ചർ ഉണ്ട്. ഉണ്ട്. അവിടെ കുറിച്ച് ഏതൊക്കെ മത്സരാർത്ഥിക്ക് എതിരെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ അനുകൂലിച്ചും അല്ലെ പുറത്ത് വിഭാഗം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. തെറ്റ് അറിയില്ല. ഇല്ല, ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പൊ അവിടെ വന്നിട്ടുള്ള മത്സരാർത്ഥികൾ എങ്ങനെ കളിക്കുന്നതിനെ കുറിച്ചിട്ടും സിബിന് അറിയില്ല. ഒരു ഐഡിയ ഉണ്ട് ആരൊക്കെ എന്തൊക്കെ പരിപാടിയാണ്. ഇപ്പൊ ചില ജിൻഡോട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു ലവ് ട്രാക്ക് നടക്കുന്നുണ്ട്, അൻസിബയും ഋഷിയും റൂമിനകത്താണ് എപ്പോഴും ഇരിക്കുന്നത്, പുറത്ത് വരാറില്ല, പിന്നെ അപ്സര അത്യാവശ്യം നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന ഒരാളാണ്, അർജുൻ ഗുഡ് ലുക്കിംഗ് ആണ്, അറ്റ് ദ സെയിം ടൈം ഹി ഓൾസോ പെർഫോംസ് വെൽ, പിന്നെ ജാൻമണി ഭയങ്കര ദേശീയക്കാരിയാണ്. അങ്ങനത്തെ ഉള്ളൊരു പിക്ചർ അല്ലാതെ ഈ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ അവരുടെ ഗെയിം പ്ലാൻ ഇങ്ങനെയാണ്, ഗെയിം പ്ലാൻ അങ്ങനെയാണെന്നൊന്നും എനിക്കില്ല. ജിൻഡോട്ടം പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു സെൽഫ് ബോസ്റ്റിംഗ് പോലെ പറയാറുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാറുണ്ട്. അങ്ങനെ വന്ന ഒരാൾ അകത്ത് കയറുമ്പോ കൃത്യമായിട്ട് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്ത് കണ്ടു. ചുമ്മാ പറയല്ലേ, ഞാൻ ജാസ്മിനെ അങ്ങോട്ട് പോയി അടിച്ച ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിനും ഇപ്പൊ ഇനിയുള്ള മറുപടി. ഈ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും ഇതുള്ളത്. അതായത് നീ അവിടെ നിന്ന് കരയുമെന്ന് കാണുന്നത് എപ്പോഴാ പറയുന്നത്? ചുമ്മാ പോയിട്ട് ജാസ്മിൻ വെറുതെ ഇരിക്കുമ്പോൾ ജാസ്മിൻ ഇങ്ങോട്ട് നോക്കൂ, നീ ഇന്ന് അവിടെ ഇരുന്നത് കരയുന്നത് ഞാൻ കാണും, അങ്ങനെ ഞാൻ പറഞ്ഞു. ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ജാസ്മിൻ പലപ്പോഴും സംസാരിക്കാൻ വരുന്ന സമയത്താണെങ്കിലും സിബിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഈ കേൾക്കാതെ ഇരിക്കുമ്പോഴാണെങ്കിലും പട്ടി വില തരുന്ന എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ട് ഞാൻ പറയാത്ത വാക്കുകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പട്ടി വില കൊടുക്കുന്നില്ലെന്നോ? സിബിൻ പട്ടി ഞാൻ അത് ജാസ്മിന്റെ ധാരണയാണ്. ജാസ്മിൻ എനിക്ക് കേൾക്കേണ്ടതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജാസ്മിൻ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ജാസ്മിനിലേക്ക് ഒതുങ്ങരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഈ ചർച്ച. ബട്ട് സ്റ്റിൽ യു ആർ ബ്രിങ്ങിങ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് എന്തിനാണ് എപ്പോഴും ഞാനുമായി മാത്രം സംവാദത്തിൽ വരുന്നത്? എന്തിനായിരിക്കും? എനിക്ക് നിങ്ങൾ പറഞ്ഞു. അല്ല, എനിക്കറിയില്ല, എനിക്കതറിയില്ല. റോഹന്റെ ചോദ്യമാണ്. കാരണം എനിക്ക് മുമ്പിൽ സിബിനാണ്, ജാസ്മിനോട് ഇരിപ്പില്ല. അല്ല, എന്റെ ചോദ്യം കൃത്യമായിട്ട് ഒരു ഹേറ്റേഴ്സ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. എതിരെ നിന്നുള്ള ഒരാളെ നിൽക്ക് കളിക്കുന്ന സമയത്ത് അപ്പൊ റോഹൻ, ഞാനിപ്പോ റോഹൻ ഒരു ഇന്റർവ്യൂ ആയിട്ടല്ല കാണുന്നത്. ഞാൻ റോഹനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ റോഹൻ ഒരു പ്രേക്ഷകൻ കൂടെ ആവണ്ടേ? ഡെഫിനറ്റ്ലി ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഇപ്പൊ എന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ സിബിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഷോയിനെ കുറിച്ച് ഒരു ധാരണ വേണം. അപ്പൊ ഞാൻ ആ ധാരണയുടെ പുറത്താണ് ഞാൻ റോഹനോട് ചോദിക്കുന്നത്, റോഹൻ എന്ത് തോന്നുന്നു സിബിനോട് കളിച്ചുള്ളൂ? ജാസ്മിനെ ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാണോ, അല്ലെങ്കിൽ ജാസ്മിന് ഞാൻ പട്ടി വില കൊടുക്കുന്നില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ജാസ്മിൻ തന്നെയാണ് അത് പറയുന്നത്. എന്തിനായിരിക്കും ജാസ്മിൻ അത് പറഞ്ഞത്? റോഹൻ as a TV as an audience, you tell me, you let me know. എന്താണ്? സ്വാഭാവികമായിട്ട് അതേ രീതിയിലേക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഡെഫിനറ്റ്ലി. അതായത് പുറത്ത് ജാസ്മിൻ വെളിയിലെ ആൾക്കാരിലേക്ക് മെസ്സേജ് വിടുകയാണ്, ഇതാണ് സിബിൻ കണ്ണിച്ചോരല്ലാത്തവനാണ് സിബിൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനും ജാസ്മിൻ ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ ജാസ്മിൻ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ചെയ്യുന്നത് വേറെ ഒരാളെങ്കിലും അവിടെ പിടിച്ചിരുത്തി ഒരു ക്യാമറയുടെ മുട്ടിൽ പോയി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ജാസ്മിന്റെ സൈഡ് മാത്രമേ പറയുള്ളൂ. അത് തന്നെയല്ല സിബിൻ പുറത്തിറങ്ങിയപ്പോഴും എന്താ ചെയ്തോണ്ടിരുന്നത്? എത്രയോ ലൈവ് വീഡിയോസിൽ ജാസ്മിന് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ജാസ്മിനെതിരെ എന്താണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ലൈവ്? അവിടെ നിന്നുള്ള ഡ്രാമയാണ് ഈ കരച്ചിൽ നിന്നുള്ളത്. തെറ്റ് സഹോദര, പറഞ്ഞിട്ടില്ല. ബ്രോ എന്റെ ലൈവ് വീഡിയോ പുറത്തിറങ്ങിയ വീഡിയോയില് സിബിനും പറയുന്നുണ്ട്, സീരിയലിന് വെല്ലുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സീരിയൽ അഭിനയമാണ് ജാസ്മിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കരച്ചിൽ പോലും എന്നുള്ളത് സിബിൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ. സീരിയലിൽ വെല്ലുന്ന സീരിയൽ അഭിനയമാണ് ചെയ്യുന്നത് എന്നുള്ളത് ജാസ്മിൻ അത് ഒന്ന് കാണിക്കൂ. എടാ ഞാൻ അങ്ങനെ പറഞ്ഞു റോഹ, അല്ലല്ല വിഷയം വിട്. തോൽവിയും ചെയ്യുമൊന്നുമില്ല റോഹൻ. ഉറപ്പില്ലാത്ത ഒരു സാധനത്തെ പറ്റി നമ്മൾ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല. അത്രേ ഉള്ളൂ. റോഹൻ ഇത് കണ്ടുകൊണ്ടാണ് കൃത്യമായിട്ട് സാധനം പറഞ്ഞത്. സോറി, റോഹൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ തരുന്നത്. റോഹൻ ചോദിച്ചാൽ ഞാൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതല്ല. ഇങ്ങോട്ട് ചോദ്യങ്ങൾ ജാസ്മിനെ കുറിച്ച് ഇപ്പൊ റോഹൻ ചോദിക്കുന്ന പോലെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജാസ്മിനെ കുറിച്ച് അല്ലാതെ എനിക്ക് മേനകാ ഗാന്ധി കുറിച്ച് ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ചോദ്യം ടാർഗറ്റ് ചെയ്യുന്നതിനെ പറ്റി കഴിഞ്ഞിട്ട് അവിടെയുള്ള ഈ കരച്ചിൽ ആ സാധനം അത് സീരിയൽ പോലെയാണെന്നുള്ള രീതിയിലേക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും എന്നുള്ളത് കൂടിയിട്ടായിരുന്നു. സീരിയൽ പോലെ വിലയിരുത്താൻ പറ്റുന്ന അഭിനയം കാഴ്ചവെക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. എന്നോട് ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടി ആയിരിക്കും. എനിക്ക് അറിയില്ല എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ റോഹൻ ഇത്രയും ഷുവർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുത്തായിരിക്കും. സീരിയൽ പോലെ സീരിയലിന് ഡെഫിനറ്റ്ലി അല്ലേ ബ്രോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ ഒരാൾ കരയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇമോഷണൽ ആയിട്ട് വീക്ക് ആവുന്നുണ്ടെങ്കിൽ അത് റിയൽ ആയിട്ടുള്ള ഫേക്ക് ആണെന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ആ അഭിനയിക്കുന്നതും റിയൽ ആയിട്ട് കരയുന്നതിനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവും. അപ്പൊ സിബിന്റെ കരച്ചില് റിയൽ ആയിരുന്നോ? ഒരു സമയം വരെ റിയൽ ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ ഫേക്ക് ആയിട്ടുണ്ട്. അതിനെ ബോധപൂർവ്വം ഫേക്ക് ആവാനുള്ള കാരണം എന്താ?
പുറത്തു പോകാൻ വേണ്ടിട്ട് കരഞ്ഞിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോധപൂർവം കരഞ്ഞിട്ട് പുറത്തു പോകാൻ കരഞ്ഞൊരാള് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇത് അൺഫെയർ ആണ്, എനിക്ക് എന്റെ റോഹൻ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഹൻ അറ്റവും മൂലം മാത്രമേ അറിയാവൂ. റോഹൻ ഇപ്പോഴും കൃത്യമായി ഒന്നും അറിയില്ല. ഞാൻ കരഞ്ഞത് റോഹൻ ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ റോഹൻ അതങ്ങ് വിശ്വസിച്ചു. റോഹൻ ഇപ്പോഴും അറ്റവും മൂലം കണ്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് റോഹൻ ഞാൻ റോഹനോട് എനിക്കൊരു കാര്യം പറയാം. റോഹനോട് ഞാനൊരു കാര്യം പറയാം. റോഹനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം. എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം തരാൻ സമയം തരണം. അല്ലാതെ റോഹൻ മറ്റേ ഓവർ കൗണ്ടർ ചെയ്തിട്ട് എന്റെ മേളില് പ്രസ്ഥാവന ഒന്നും വെച്ചിട്ട് വന്ന് റോഹൻ വിചാരിക്കണ്ട. റോഹനെ കൊണ്ട് നടക്കില്ല. എന്നെ അപ്പം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം. റോഹൻ കിങ് ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ പ്രജകളല്ല. റോഹൻ സംസാരിച്ച ഒരു പോയിന്റിലാണ് ഒരു പോയിന്റിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ അവസരം തരണം. ഇപ്പോഴും റോഹൻ എന്റെ മേളിൽ കയറി വർത്താനം പറയണോ? എന്താ റോഹൻ ഞാൻ ചോദിക്കുന്നത്? 30 സെക്കൻഡ് തരുമെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? പറയൂ, അഭിലാഷ് പറയൂ. അഭിലാഷ് എന്താ പറയണ്ടേ? ഇപ്പൊ പറയാൻ വന്ന സമയം തരുന്ന പറഞ്ഞിട്ട് ഇപ്പൊ സമയം തന്നപ്പോ എന്താ പറയണ്ടേന്നോ? റോഹൻ അതിനിടയിൽ കയറി 40 കാര്യം ഇങ്ങോട്ട് പറഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ച കാര്യം ചോദിക്കും. ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റോഹൻ ചോദിക്കും. ഓൾറെഡി ഫേക്ക് ആണെന്നുള്ളത് പറഞ്ഞത് ആ കരഞ്ഞാൾ തന്നെയാ. കരഞ്ഞാൾ സിബിൻ. റോഹൻ ഞാൻ അതിന് പറഞ്ഞു, അതിന്റെ ക്വാണ്ടിറ്റി. റോഹൻ അറ്റവും മൂലം മാത്രമേ അറിയാവൂ. റോഹൻ കൃത്യമായിട്ട് ഷോ കാണുകയോ അല്ലെങ്കിൽ ഷോയിൽ എന്ന് നടക്കുന്ന ഞാൻ എന്ത് പറഞ്ഞാലും റോഹൻ വിശ്വസിക്കുവോ? സിബിൻ ഓൾറെഡി കരഞ്ഞ സാധനം വേറൊരാളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഫേക്ക്. ഒരു സെക്കൻഡ്, അപ്പൊ അതിന്റെ ഉത്തരം തന്നിട്ട് പോവാം. അതിന്റെ ഉത്തരം തന്നിട്ട് അപ്പൊ അവിടെ നിൽക്കണം റോഹൻ. അതിന്റെ ഉത്തരം കേട്ടിട്ട് റോഹൻ അടുത്ത സ്ഥലത്തേക്ക് പോവാവോ? പറഞ്ഞോളൂ. അല്ല ചുമ്മാ എടുത്ത് ചാടരുത്. പറഞ്ഞോളൂ. ഓക്കെ, ഇനി അതിന്റെ ഉത്തരം തരാം. ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടസ്റ്റന്റ് ഞാൻ എടുത്തെടുത്ത് പേര് പറയുന്നില്ല, കാര്യം ഞാൻ ടാർഗറ്റ് ചെയ്യും. ഞാൻ മെയിൽ ഷോവിനിസ്റ്റ് അങ്ങനത്തെ കുറച്ച് പേരൊക്കെ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരെടുത്തെടുത്ത് പറയുന്നില്ല. ഈ പറയുന്ന കണ്ടസ്റ്റന്റ് കരയുന്ന പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പോയ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാൽ സാറ് ഗബ്രീനെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗബ്രി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഈ പറഞ്ഞ കണ്ടസ്റ്റന്റിന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഗബ്രിക്കുണ്ടായ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ട്. ആ ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ ഗബ്രി അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അടുത്ത ഞാൻ കാണുന്ന സീൻസ് ആടിപ്പാടി പാട്ടും പാടി നടക്കുന്ന ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെയാണ്. സന്തോഷിക്കുകയാണ് അവിടെ. ഇതൊന്നും ടെലികാസ്റ്റ് വന്നിട്ടില്ല, ബിക്കോസ് ഇത് സാറ്റർഡേ ആണ് ഷൂട്ട് ചെയ്തത്. ഇതൊന്നും ലൈവ് വരില്ല. അപ്പം ഞാൻ പോയിട്ട് ഒരുത്തൻ നിന്റെ പേരിലല്ലേ അവിടെ വിഷമിച്ചിരിക്കുന്നത്, എന്നിട്ട് നീ ഇവിടെ ഇരുന്ന് ചിരിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കരുത്തി ശരിയാണ് മാൻ കത്തി. എന്നിട്ടാണ് പോയി ഗബ്രി എടുത്ത് പോയി പറയുന്നതും നെക്സ്റ്റ് ഡേ ആണ് ഈ കരച്ചിൽ പരിപാടി തുടങ്ങുന്നത്. കാര്യം എന്താ, അന്നത്തെ ദിവസം ലൈവ് ഇല്ല, സൺഡേ തൊട്ടേ ലൈവ് തുടങ്ങും. അപ്പൊ സൺഡേ തൊട്ട് കരയുന്നു, ബഹളം വെക്കുന്നു, സെയിം ടൈം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചിരിക്കുന്നു, വീണ്ടും കരയുന്നു. ഇപ്പൊ തന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് എന്താ നിങ്ങൾ ഏറെയോ? ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ എവിടെയാണത്? നമ്മൾ ആവശ്യമില്ലാതെ ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെയാണ് ഈ പറയുന്ന ആളെ? വന്ന് ലൈവിൽ ഏറ്റവും കൂടുതൽ ജാസ്മിന് പേര് പറഞ്ഞിട്ടുള്ളത് അത് പ്രൊമോഷൻ ആയിരുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ആ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയാനുള്ള സാഹചര്യം ഉണ്ട്. എന്റെ ഇൻബോക്സിൽ വന്ന് എന്നെ ചീത്ത പറയുന്നത് ജാസ്മിന്റെ PR ടീമാണ്. ജാസ്മിൻ പോരാളികളാണ്. അപ്പൊ അവർക്ക് ഞാൻ മറുപടി കൊടുക്കുമ്പോ പിന്നെ ഞാൻ വേറെ ആളുടെ പേര് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരു സെക്കൻഡ്, ഇതൊന്ന് കാണണം. അമ്മയുടെ സ്വന്തം നന്ദിട്ട് എഴുതുന്ന കത്ത്. അമ്മ, എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അമ്മ, എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാര് ഈ വീഡിയോ ഒക്കെ ഇത് എഡിറ്റ് ചെയ്ത് ആരൊക്കെയാണ് കണ്ടുപിടിക്കുന്ന അറിയില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമുക്ക് എന്താ തോന്നുക? ഒരേ സമയത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഇപ്പൊ എവിക്റ്റ് ആവുന്നത് ഗബ്രി, അത് കണ്ടപ്പോ ജാസ്മിന് മുഖത്തൊന്നൊരു പുഞ്ചിരി ഉണ്ട്. നിങ്ങൾ കാണണം, റിപ്പീറ്റ് ഇട്ട് കാണണം. ജാസ്മിന് മുഖത്തൊരു പുഞ്ചിരി വന്നു. ആ പുഞ്ചിരി നിന്നാണ് പെട്ടെന്ന് സ്ട്രൈക്ക്. അയ്യോ ഗബ്രി ഔട്ടെ. ടാർഗറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് സഹോദര, സത്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ ടാർഗറ്റഡ് ആവും? നിങ്ങൾ വേറൊരാളെ കുറിച്ച് ചോദിക്കും, വേറൊരാളെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ ജാസ്മിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോനെ കുറിച്ച് മറുപടി പറയാൻ പറ്റും. ജാസ്മിനോട് ചോദിച്ചു പറഞ്ഞൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കട്ടെ? കാണിക്കും. ജാസ്മിൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നില്ല. അത് സീരിയലൊക്കെ തരുന്നു, സീരിയലിൽ അഭിനയം, ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യും? കഴിഞ്ഞു അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരാൾ കരച്ചില് ഇപ്പൊ ആദ്യത്തെ കേസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, റോഹൻ പറഞ്ഞത് ആ ഷർട്ട് ഇട്ടുള്ള ആള് സിബിനാണ് അല്ലേ? അല്ല, റോഹൻ അത് ഞാനാണ്. റോഹൻ ഒഴിവാക്കാം. ആ ഷർട്ട് ഇട്ടിട്ടുള്ള ഞാനാണ്. റോഹൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തോ റോഹൻ നേരത്തെ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? സീരിയൽ അഭിനയാണെന്ന്. ഇപ്പൊ ഇതിലെന്താ സീരിയലിൽ വെല്ലുന്ന അഭിനയം എന്നാണ് റോഹൻ പറഞ്ഞത്. അല്ല, ഞാൻ എന്താ പറഞ്ഞത്? സീരിയലിൽ വെല്ലുന്ന അഭിനയം. സീരിയൽ അഭിനയം എന്താ പറഞ്ഞേ?
അല്ലേ സീരിയൽ അഭിനയം സീരിയലൊക്കെ കാണുന്ന അഭിനയം എന്ന് പറഞ്ഞ അല്ലേ റോഹൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഞാൻ പറഞ്ഞത്. സീരിയൽ അഭിനയം എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ട് കരച്ചിലാണെന്ന് അല്ല പറയുന്നത് അത് ജെന്യൂൻ കരച്ചിലല്ല, അത് അഭിനയാണെന്നാണ് ഞാൻ ഇപ്പോഴും അതല്ലേ പറഞ്ഞത്. അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരു കരയുന്നത് ഇമോഷണൽ ആവുന്നത് വിഷമമാവുന്നതെന്നും നേരത്തെ പറഞ്ഞ സിബിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെ വിലയിരുത്താൻ പറ്റും? എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഒരാൾ എങ്ങനെയാണ് വിഷമത്തിലാണ് കരയുന്നത്, അത് റിയൽ ആയിട്ടാണ് കരയുന്നത് എന്നുള്ളത് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഫേക്ക് ആണായിട്ട് കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് മനസ്സിലാവാത്തല്ലോ. ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചിരുന്നില്ലേ, അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നില്ല. ഞാനിപ്പോ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത് ഇല്ലാന്ന് പറഞ്ഞ സാധനം ഒരു മിനിറ്റ്, അതിന് തൊട്ട് മുന്നത്തെ പോസ്റ്റർ ഒന്ന് കാണിക്കൂ സഹോദര. എന്താണ് അത്? എനിക്ക് വന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്, അല്ലാതെ ഞാൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തല്ല. എനിക്ക് ആ വീഡിയോ തുടങ്ങുന്നത് ഈ പറഞ്ഞ ഇതിലാണ്. ജാസ്മിന്റെ എന്താണ് റോഹൻ കേട്ടില്ലേ? റോഹൻ നിങ്ങൾ റോഹൻ ബിഗ് ബോസ് കളിക്കല്ലേ? ഞാൻ ബിഗ് ബോസ് റോഹൻ ബിഗ് ബോസ് കളിക്കല്ലേ? റോഹൻ വരെ എഡിറ്റ് ചെയ്തിട്ട് പറ്റാ അങ്ങനെ ചെയ്യല്ലേ നീ? അത് നടക്കൂല ഇവിടെ, മനസ്സിലായോ? ബിഗ് ബോസ് ആവല്ലേ. അതിന് മുമ്പുണ്ടല്ലോ ഞാൻ വെറുതെ പോയിട്ട് ലുലു മോളിൽ കൂടെ നടന്നു പോയപ്പോ ഒരു മിനിറ്റ് ഞാൻ ലുലു മോളിൽ കൂടെ നടന്നു പോയപ്പോ ഒരു ക്യാമറ എന്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ ക്യാമറ ഇട്ട് ജാസ്മിൻ നാടകം കളിക്കും എന്ന് പറയില്ല. എന്റെ അടുത്ത് ജാസ്മിനെ കുറിച്ച് ചോദ്യം വന്നാലേ ഞാൻ ഉത്തരം പറയൂ. ഞാൻ പറഞ്ഞ സാധനം എന്താണ്? ജാസ്മിനെ കുറിച്ച് അത്തരത്തിൽ പറഞ്ഞു, ചോദ്യം വന്നിട്ടാണോ പറഞ്ഞ ഇല്ലേ എന്നുള്ളതിനല്ലോ ചോദിച്ചത്. അല്ലല്ല റോഹൻ പറഞ്ഞത് ഒരു കാര്യം, റോഹൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരാള് കാണുമ്പോ ചോദ്യം വന്നോണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള തിരുത്തണയില് എനിക്ക് തോന്നുന്നില്ല യുക്തി ഉണ്ടെന്നുള്ളത്. ശരി, ഇനി ഞാൻ മറുപടി പറയട്ടെ. റോഹൻ ഈ ചോദ്യം തുടങ്ങുന്നത് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ്. ആ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിനെ കുറിച്ച് ഞാൻ എന്തിന് ഇത് പറഞ്ഞു, അയാളുടെ ഇമോഷൻ എന്തിനു ചോദ്യം ചെയ്തു വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചുമ്മാ ഒരാളെ കുറിച്ച് പറയണം, അല്ല എന്നോട് അയാളെ കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഉത്തരം പറയുന്നത്. സിമ്പിൾ as that. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരാളെ മോശമായി ചിത്രീകരിക്കുന്നതും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതല്ലേ? ആരെയാണ് മോശമായി ചിത്രീകരിച്ചത്? ഒരാളുടെ കരച്ചിലിനെ മോശമാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ സീരിയൽ ലെവലാണെന്ന് പറയുന്നത് മോശമല്ല, എന്റെ ഒബ്സർവേഷൻ ആണ്. അത് മോശമാണോ തെറ്റാണോ എന്ന് ഗാന്ധിജിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാണ് നമ്മുടെ നാട്. സിനിമയിലെ ഡയലോഗാ. എന്റെ ഒബ്സർവേഷൻ ശരിയാണെന്ന് പറയുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്, എന്റെ ഒബ്സർവേഷൻ മോശമാണെന്ന് പറയുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്. റോഹന്റെ ആങ്കറിങ് സൂപ്പറാണെന്ന് പറയുന്ന ഒരു പക്ഷെ, റോഹൻ കാണിക്കുന്ന വേറെ വേട്ടവളിത്തരാണെന്ന് പറയുന്നവരുണ്ട്. എന്റെ പെർഫോമൻസ് മോശമാണെന്ന് പറയുന്നവരുണ്ട്. എന്റെ പെർഫോമൻസ് വളരെ ശുദ്ധം കരഞ്ഞു മെഴുകിയെന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും 2 പക്ഷമുണ്ട് റോഷൻ. അപ്പൊ റോഷൻ ഒരിക്കലും ഒരു സൈഡിൽ ചേരരുത്. ബിക്കോസ് എന്നെ പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സീനാക്കും. പിന്നെ നിനക്ക് പ്രൊമോയ്ക്ക് കിട്ടേണ്ട സാധനം ഞാൻ തരും. അതുകൊണ്ട് റോഹൻ എനിക്ക് പറയാൻ സമയം പറ്റൂല റോഹ. എനിക്ക് പറയാനുള്ള മുഴുവൻ റോഹൻ കേൾക്കും. ഇല്ല റോഹ, ഇല്ല പറ്റൂല റോഹ, ഇല്ല പറ്റൂല. ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് റോഹൻ ഒരു ഇന്റർവ്യൂർ അല്ലേ? എന്ത് ബഹുമാനാണ് റോഹൻ ഞങ്ങൾക്ക് തരുന്നത്? വിളിച്ചിരുത്തിയിട്ട് ഇമ്മാതിരി അപമാനിക്കാനാണെങ്കിൽ എന്നെ അതിന് കിട്ടൂല. എനിക്ക് പറയാനുള്ള നീ കേട്ടിട്ടേ നീ ഇവിടെ നിന്ന് പോവും. റോഹൻ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് കേട്ടിട്ടേ റോഹൻ പോവും. എന്തിനാണ് ഇത്ര അസ്വസ്ഥനാവണത്? എന്തിനാ റോഹൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു? എങ്ങനെയാണ് ഇത്ര അസ്വസ്ഥ? എനിക്ക് ഉത്തരം പറയാൻ സമ്മതിക്കുന്നില്ല റോഹ. സിബിൻ പുറത്തിറങ്ങിയിട്ടും ബിഗ് ബോസ് കളിച്ചോണ്ടിരിക്കുക. അല്ല റോഹനാണ് ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ട് ബിഗ് ബോസിന് പുറത്താണ് സിബിൻ. റോഹൻ സിബിൻ ഇപ്പോഴും അകത്തുള്ള പോലെ ചെയ്യണേ. അല്ല റോഹ, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയാണ് റോഹ. ഏറ്റവും സൗമ്യമായിട്ട് ചോദിക്കുന്നത് ഇപ്പോഴും നീ സൗമ്യമായി അല്ലേ? ഇപ്പൊ നീ സൗമ്യ, ഇപ്പൊ നീയും സീരിയലിനെ വില്ലൻ ആക്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്ര ഇതാവരുത്. എന്തായാടാ ഞാൻ നിനക്ക് നീ പ്രൊവോക്ഡ് ആവുന്ന, നീ അസ്വസ്ഥനാവുന്ന. നീ എന്തിനാ അസ്വസ്ഥനാവുന്നത്? നീ എന്നെ ഇന്റർവ്യൂ വിളിച്ചിട്ട് നീ എന്തിനാ അസ്വസ്ഥനാവുന്ന? അസ്വസ്ഥനാവല്ലേ റോഹൻ? സമാധാനമായി ചോദിക്കൂ. ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം തരാം. ചോദ്യം രീതിയിൽ ഞാൻ ചോദിക്കാം. സിബിൻ ഇപ്പോഴും നിൽക്കുന്നത് ബിഗ് ബോസിനകത്താണ്. അതേടാ, അതെ, ഇതും എന്റെ ബിഗ് ബോസ് ഫീഡാണ്. ആണെങ്കിൽ റോഹൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ റോഹ എന്ന് കാണുന്ന ഒരാളെ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എനിക്ക് ഞാനാണ് എതിർക്കാൻ പറ്റില്ല. ഞാൻ റോഹൻ ഞാൻ ഇപ്പം നിൽക്കുന്ന മലേഷ്യയിലാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ മലേഷ്യയിലായിരിക്കും. അതിന് റോഹൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ ഇഷ്ടമാണ് റോഹ. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. നിയമവിരുദ്ധമല്ലാത്ത എന്തും എനിക്ക് ആലോചിക്കാം, ചിന്തിക്കാം, പ്രവർത്തിക്കാം. റോഹൻ എന്നല്ല ഒരാൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇനി ഞാനിത് ബിഗ് ബോസ് ഹൗസിലാണെന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. അതിനിപ്പോൾ റോഹൻ എന്താ? അപ്പോൾ അഖിൽ വന്നു കഴിഞ്ഞപ്പോഴും സിബിൻ്റെ പേര് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, അവിടുന്ന് ഡ്രഗ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് മാനസികമായിട്ട് അതിനെ ഒരു കാരണത്തിന് ഈ മെഡിസിൻ കൊടുത്ത് ഒരു കാരണമാവുന്നു എന്ന് പറയുന്നു. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എനിക്ക് മെഡിസിൻ തന്നു. അത് ശരിക്കും ഈ അസുഖത്തിനുള്ള ടാബ്ലറ്റ് അല്ലെങ്കിൽ നീഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തന്നിരുന്നത്? എനിക്ക് തന്ന മെഡിസിൻ്റെ പേര് ഒലാൻസപ്പൈൻ എന്ന് പറഞ്ഞ മെഡിസിനാണ്. ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഐ വിൽ ടെൽ യു ഒലാൻസപ്പൈൻ. അത് സ്കീസോഫ്രീനിയക്ക് കൊടുക്കുന്ന മെഡിസിനാണ് ഒലാൻസപ്പൈൻ. സ്കീസോഫ്രീനിയ കണ്ടുപിടിക്കുന്നത് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൺസൾട്ട് ചെയ്താലേ സ്കീസോഫ്രീനിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അറിവ്. തരാൻ പറ്റത്തില്ല. അങ്ങനെ ആ മെഡിസിൻ എനിക്ക് തരാൻ പാടില്ലാത്ത മെഡിസിനാണ്. ഈ മെഡിസിൻ കിട്ടുന്ന സമയത്ത് ഇത് എന്തിനുള്ള മെഡിസിൻ ആണ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ എന്താ മറുപടി എന്തായിരുന്നു? ഗൂഗിൾ ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, പുള്ളി ഗൂഗിൾ ചെയ്തിട്ട് എനിക്കത് കാണിച്ചു തന്നു.
ഇത് ശരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ കഴിച്ചില്ല. ഇല്ല, കഴിച്ചില്ല. ഇത് റിയലൈസ് ചെയ്തു അപ്പോഴേക്കും? കഴിച്ചാലേ എന്നെ ഹൗസിനുള്ളിലേക്ക് വിടും എന്നാ പറഞ്ഞേ. കഴിച്ചാലേ വിടൂ. കഴിച്ചാൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, സിബിൻ ഹൗസിനുള്ളിലേക്ക് പോകുന്നു. ഓക്കെ, ഇതായിരുന്നു എന്നോട് പറഞ്ഞത്. ഉണ്ടത്. ഇതല്ല എന്നുള്ളത് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ കോർഡിനേറ്റേഴ്സിനോടും സംഘാടകരോടും എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലൊരു മെഡിസിൻ തരുന്നു, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഇത്തരങ്ങൾ ബോധപൂർവ്വം ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടായിണ്ടാവില്ലേ? ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഈ മെഡിസിൻ തരുന്നത് അത്രയും വിഷയമുള്ളൊരു വിഷയം കൂടിയല്ലേ? തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടേണ്ട സാഹചര്യം വന്ന് നേരിടും. അത്തരത്തിൽ പരാമർശം ഉണ്ടായിട്ടില്ല അവരുടെ സൈഡിൽ നിന്ന്. ഒരു ജസ്റ്റിഫിക്കേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിനെനിക്ക് ഈ മരുന്ന് തന്നു, എന്റെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? ഇത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് സിബിൻ ആരെങ്കിലും ഡോക്ടറിനെ കൺസൾട്ടന്റ് ചെയ്യോ എന്തെങ്കിലും? എന്തിനാണ് ബ്രോ? ഇല്ല, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കൗൺസിലിംഗ് പോലും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന മാത്രമേ ഉള്ളൂ. എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് അതാണ്. ഒരു സുഹൃത്ത്, പൂജയായിരുന്നു എൻ്റെ സുഹൃത്ത്. പൂജ അന്ന് വയ്യാണ്ടായി പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി അവിടെ ഇരുന്ന് കരഞ്ഞ് മെഴുകി നിങ്ങൾ പറയുന്ന ഭാഷയിൽ മെഴുകി തിരിച്ച് വരില്ല. എനിക്ക് തുറന്ന് വർത്താനം പറയാൻ എനിക്ക് ഒരാൾ വേണം. എനിക്ക് അങ്ങനെ ഒരാളില്ല. അതാണ് ഞാൻ നഷ്ടപ്പെട്ടത്. ഇപ്പൊ ഇത്തരത്തിലൊരു സംഭവം വരുമ്പോൾ ഇപ്പൊ ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം അനിവാര്യമാണ് അല്ലെ? തീർച്ചയായും. ഇത്തരം അല്ല എങ്കിൽ ഇനിയിപ്പോ ഉള്ള മത്സരാർത്ഥികളും ഇനി ബിഗ് ബോസ് അകത്തേക്ക് പോകുന്ന മത്സരാർത്ഥികൾക്കൊക്കെ പല രീതിയിലേക്കുള്ള ശാരീരിക അസ്വസ്ഥതകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം അല്ലെ? ഇത്തരത്തിലൊരു വിവാദമോ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്ത് ധൈര്യത്തിലായിരിക്കും അവർ പിന്നെ മെഡിസിൻ കഴിക്കുക എന്നുള്ളത് അല്ലെ? അതിനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ തരാം. അതായത് ഗബ്രി പുറത്തിറങ്ങി വന്നത്, നിങ്ങളാണ് ഗബ്രിയുടെ ഇന്റർവ്യൂ എടുത്തെന്ന് എനിക്കറിയില്ല, എടുത്തെന്ന് തോന്നുന്നു. അപ്പം ഗബ്രി എവിടെയോ പറയുന്നുണ്ട് എനിക്ക് 13 തവണ പാനിക് അറ്റാക്ക് വന്നു. ഞാനും SOS മെഡിസിൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്തിനുള്ള മെഡിസിൻ ആണെന്ന് ഗബ്രി ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവൻ കഴിച്ചു, ഞാൻ ചോദിച്ചു. ഇതാണ് വ്യത്യാസം. എല്ലാ സീസണിലും നടക്കുന്നുണ്ട്. SOS മെഡിസിൻസ് കൊടുക്കും. കഴിഞ്ഞ സീസണിലും കഴിച്ചിരുന്നു, സീസൺ 4ലും സീസൺ 3ലും ഒക്കെ SOS മെഡിസിൻസ് കഴിക്കാറുണ്ട്. അതായത് അവിടെ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ സ്റ്റോക്ക് ആയിരിക്കും ചിലപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോട്ടോകോളാണ്. ഡോക്ടർ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ഒരു ആൻസൈറ്റി ഇഷ്യൂ വരുന്ന സമയത്ത് ആൻസൈറ്റി കൺട്രോൾ ചെയ്യാൻ ഒരു ഗുളിക കൊടുക്കുന്നു. നിന്റെ ആൻസൈറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഗുളികയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗുളിക കൊടുക്കുകയാണ്. അവരത് കഴിക്കുകയാണ്. അത് എന്തിനുള്ള ഗുളികയാണ്, ആൻസൈറ്റിയുടെ തന്നെയാണോ, വി ഡസന്റ് നോ. നമ്മൾ കഴിക്കും. ഇത്രയും ഒരു മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ ആരായാലും പൊട്ടിത്തെറിച്ച് പോകും അല്ലേ? ഒരു കൃത്യമായിട്ടൊരു സമയം കൂടി നോക്കി വെക്കില്ല. എങ്കിൽ ആദ്യം വന്നിറങ്ങിയിട്ട് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട വിഷയമായിരുന്നു. ഇതിനകത്ത് എന്നെ പേടിത്തൊണ്ടെന്ന് വിളിച്ചോ, കുഴപ്പമില്ല. ഇതിൻ്റെ പുറകിൽ മറ്റു കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്കൊന്നുമില്ല ജീവിതത്തിൽ. ഞാൻ കയറി വരുന്ന ഒരാളാണ്, ഒരിടത്തും എത്തിയിട്ടില്ല, എവിടെയെങ്കിലുമൊക്കെ എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൻ്റെ അറ്റവും മൂല്യം മുട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടുന്ന ഒരാളാണ്. വരുമാന മാർഗം പ്രോപ്പറായിട്ടില്ല. എനിക്ക് ഷോസ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ കളിക്കുന്ന ആരോടാണ്? വലിയൊരു കോർപ്പറേറ്റ് ജയൻ്റാണ് എൻ്റെ മോൾ ഷൈൻ. വലിയൊരു കോർപ്പറേറ്റ് ജയൻ്റാണ്. അവരുടെ എതിരെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവം? എനിക്ക് ഭീഷണികളുണ്ട്, വന്നിട്ടുണ്ട്. തീർച്ചയായും. എൻ്റെ മോൾ ഷൈൻ്റെ ടീം തന്നെ എൻ്റെ പല സുഹൃത്തുക്കളെയും, എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല ആരും, ധൈര്യമില്ല അതിനുള്ള. എൻ്റെ പല സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് സിബിൻ്റെ വീഡിയോ ഞങ്ങൾ പുറത്തു വിടും. സിബിൻ ഇതിനപ്പുറം മാനസിക വിഭ്രാന്തി ഉള്ളവനാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഞങ്ങൾ പുറത്തു വിടും. അവനെ മാനസികമായിട്ട് ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഞങ്ങൾ പലതും പുറത്ത് വിട്ടിട്ടില്ല, ഞങ്ങളത് ചെയ്യും. അതുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറയൂ. ഇന്നും വന്നു. ഇന്ന് ഈവനിങ്ങും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സാംസൺ, സിംഗറാണ്. അദ്ദേഹത്തെ ഒരു ബിഗ് ബോസുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എൻ്റെ മോൾ ഷൈൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ വിളിച്ചിട്ട് ത്രെറ്റ് ചെയ്തു. ഞാൻ എവിടെയോ പറഞ്ഞു 100-ാം ദിവസം ഞാൻ എല്ലാം വെട്ടി തുറന്ന് പറയുമെന്ന്. എന്നാൽ 100-ാം ദിവസം നിന്റെ വീഡിയോ വെളി വിടുവർ. ഇതായിരുന്നു ഭീഷണി. എന്ത് വീഡിയോ വിടാൻ? ആൾക്കാർ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്നറിയോ, എങ്ങനെയുണ്ട്? ഇപ്പം എൻ്റെ വീഡിയോസിൻ്റെ താഴെ വന്ന് ചോദിക്കുന്നത് അസുഖം മാറിയോ, ഭ്രാന്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇവരിനി ഇതിൽ കൂടുതൽ നിങ്ങൾ എന്താണ് ഇനി എന്നെ ചെയ്യാൻ പോകണം മിസ്റ്റർ എൻ്റെ മോൾ ഷൈൻ ടീം? ഓൾറെഡി നിങ്ങൾ 2 ദിവസത്തെ എപ്പിസോഡിൽ നിങ്ങൾ ട്രെയിലറിലും പ്രൊമോയിലായിട്ടൊക്കെ വിട്ട് ഞാൻ മതിൽ ചാടി കിടക്കാൻ ശ്രമിക്കുന്നു, സാധനങ്ങൾ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ. ഞാൻ എവിടെ പറഞ്ഞ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു? ഗ്ലാസ് അടിച്ച് പൊട്ടിക്കണോ? ഇവിടെ ആരെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്യണോ? എന്നാലേ നിങ്ങൾ എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുള്ളൂ. ഈ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് റോഹൻ. ഇതിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ റോഹ. ഇതിനെ വന്നത് വേറെ രീതിയിലാണ്. ഇപ്പം ഞാൻ ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മതിൽ പ്ലാസ്റ്റർ ഓഫ് മാരീസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ പോയി ഒരു സാധനത്തിൽ ഇങ്ങനെ പിടിച്ചേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ ഇമ്മീഡിയറ്റ്ലി കാണിച്ച ഷോട്ട് ആ മതിലിൻ്റെ ഒരു ഷോട്ടാണ്. അത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവൻ കയറിപ്പോകാൻ പോവുകയാണ്. പൊട്ടനാണ്.
എനിക്കതിൽ കയറി അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്ന് അവിടെ അങ്ങനെ കയറിപ്പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ ഓൾറെഡി EVP-യിൽ കുറേ ഷോസ് ചെയ്തിട്ടുള്ള ആളാണ്.